പാസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമുണ്ട്. അതിലൊരു ഗിഫ്റ്റ് ഷോപ്പിൽ ഒരു 10-75 വയസ്സുള്ള ഒരു മനുഷ്യൻ കയറാണ്. അയാളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം നോക്കുകയാണ്. അയാൾ പല ഗിഫ്റ്റ് നോക്കിയിട്ട് അതിന് വില കൂടുന്ന കാണുമ്പോൾ മാറി ഏറ്റവും അവസാനം ഒരു ചെറിയൊരു കാർഡ്, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കാർഡ് ഈ മനുഷ്യൻ മേടിക്കുമ്പോൾ വേറൊരു ചെറുപ്പക്കാരൻ കയറി വരും. ചെറുപ്പക്കാരൻ കയറി വന്നിട്ട് അയാൾ വില പിടിപ്പുള്ളൊരു ഗിഫ്റ്റ് മേടിക്കും. പിന്നെ കയ്യിൽ കുറേ ഹൈഡ്രജൻ റെഡ് ലവ് സൈനിലുള്ള ഹൈഡ്രജൻ ബലൂണൊക്കെ മേടിച്ചിരിക്കും. അപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ പറയുന്നുണ്ടോ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ പഠിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഇയാൾ മനസ്സിൽ പറയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ബലൂണൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. ഇയാൾ ചെറിയ കാർഡും മേടിച്ച് വരികയാണ്. ആൾ വരുമ്പോഴേക്കും ഈ പോകുന്ന വഴിക്ക് സിമിട്രിയാണ്. സിമിട്രിയുടെ മതിൽ വളരെ ചെറിയ മതിലാണ്. അയാൾ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ചുവന്ന ബലൂൺ മാത്രം എന്നെ കാണാൻ പറ്റും, ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച്. അപ്പോൾ കൗതുകത്തോടെ ഈ പ്രായമുള്ള മനുഷ്യനകത്ത് ഈ ചിമിത്തിരി കാത്തു ചെല്ലുമ്പോൾ കാണുന്നത് ആ ചെറുപ്പക്കാരനാണ്. അയാൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന അയാളുടെ ഭാര്യ മരിച്ചുപോയി. അപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ ആ കാർഡ് കീറിക്കളഞ്ഞിട്ട് ഗിഫ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു പോയിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിക്കുകയാണ്. ഏറ്റവും നല്ലത് കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവർ വിട്ടു പോയി കഴിയുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ, ഒന്ന് ഹഗ്ഗിയായിരുന്നല്ലോ, ഒന്ന് മിണ്ടിയിട്ട് ഇറങ്ങിപ്പോരായിരുന്നല്ലോ എന്നൊക്കെ നമ്മളപ്പോൾ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ കണ്ണീരോർത്ത് റിഗ്രറ്റ് ചെയ്ത് സങ്കടപ്പെട്ട് മരണശേഷമാണ് ആഘോഷിക്കുന്നത്. എന്തുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആഘോഷിക്കാൻ പറ്റുന്നില്ല? ഈ പട്ടാള സിനിമയുടെ ഹിറ്റ് പട്ടാള സിനിമകളുടെ ഡയറക്ടർ മേജർ രവി അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂവിലും അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ കരയും. അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ കരയും. അയാൾ പട്ടാളക്കാരൻ, അയാൾ കമാൻഡറായിരുന്നു, കേണലായിരുന്നു, എന്നാലും അയാൾ കരയും. എന്താ കരയുന്നത്? 2004 ഓണത്തിന് അയാൾ ചെന്നൈയിലായിരിക്കുമ്പോൾ, അന്ന് സിനിമയിലൊന്നും കയറിയിട്ടില്ല ഈ മനുഷ്യൻ. അപ്പോൾ വളരെ തുച്ഛമായ ശമ്പളമാണല്ലോ. അപ്പോൾ ട്രെയിനിലൊക്കെ കയറി വരുന്ന ബുദ്ധിമുട്ടപ്പോൾ ഒരു വണ്ടി എടുത്ത് വരണം, ഫാമിലി ആയിട്ട് വരണം. അപ്പോൾ അതിന് ഒരുപാട് പൈസയാവും. അപ്പോൾ ഈ ഓണത്തിന് വീട്ടിൽ പോകണ്ട, അമ്മ കാത്തിരിക്കുകയെന്നറിയാം, എന്നാലും ഓണത്തിന് വീട്ടിൽ പോകണ്ട, തലോസികൾ ചിന്തിക്കുക, വീട്ടിൽ പോകണ്ടെന്ന് കരുതാൻ. രാത്രിയായപ്പോൾ അമ്മ വിളിക്കുന്നുണ്ട്, എടാ നീ നാളെ വരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മേജർ രവി പറഞ്ഞു, എന്തിനമ്മ വരണേ? അവിടെ വന്നിട്ട് ഒരു ഇലയിൽ കുറച്ച് ചോറും തിന്ന് വന്നിട്ട് എന്താ കാര്യം? ഇത്രയും പൈസ മുടക്കി വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അമ്മ പറയും, എടാ ഞങ്ങളൊക്കെ പൈസ വരടാ. അപ്പോൾ അയാൾ വീണ്ടും ദേഷ്യപ്പെടും, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണോ, ദൈവത്തിൻ്റെ കയ്യിലല്ലേ, ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് ചൂടാവുന്നുണ്ട്. പിറ്റേ ദിവസം അമ്മയില്ല, അമ്മ പോയി. ഈ മനുഷ്യന് ഇത് പറയുമ്പോൾ ഇയാൾക്ക് അറിയും. എന്നിട്ട് പറയും, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കേൾക്കണം, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് തന്നെ ചേർത്ത് പിടിക്കണം, കരഞ്ഞിട്ട് കാര്യമില്ല. 2 മാസം മുമ്പ് എൻ്റെ അനിയൻ്റെ 9 വയസ്സുള്ള മകൻ അമൃതയിൽ 5 ദിവസം ഇങ്ങനെ ബ്രെയിൻ ഫീവർ വന്ന് കോമയിൽ കിടന്ന് കണ്ണുറന്നില്ല. ഡോക്ടേഴ്സ് ഇങ്ങനെ വളരെ ക്രിറ്റിക്കലായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലും എൻ്റെ അനിയനൊക്കെ ചിന്തിച്ചെങ്ങനെ അവനൊന്ന് ഹഗ് ചെയ്തിരുന്നെങ്കിൽ, ഒരു തവണയെങ്കിലും കണ്ണ് തുറന്ന് ഹഗ് ചെയ്യാൻ പറ്റിയെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചു. ദൈവം സഹായിച്ചവൻ എഴുന്നേറ്റ് പോന്നു. പക്ഷേ അന്നിങ്ങനെ തോന്നുന്നത് ഓരോ നിമിഷവും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. നമ്മുടെ അമ്മയായാലും അപ്പനായാലും നമ്മുടെ മക്കളായാലും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. എന്നുവെച്ചാൽ അവർ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. എപ്പോൾ നമുക്കറിയില്ല. അതുകൊണ്ട് കൂടെ ഉള്ളപ്പോൾ ചേർത്ത് പിടിക്കാൻ പറ്റണം. അടുത്തൊരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ കരയണം. കാരണം ആകാശമായവൾ എന്ന പാട്ട് മരിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന, അവൻ എൻ്റെ ആകാശമായിരുന്നു, അവൾ എൻ്റെ ആകാശമായിരുന്നു എന്ന് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓർക്കുന്നത്. എന്തുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ റിലേഷൻസ് ഒന്ന് ബലപ്പെടുത്തിക്കൂടാ? ആകാശമായവളെ. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ,
അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞു പോയി, വഴിയും മറന്നു പോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞു പോയി, പാട്ടും മുറിഞ്ഞു പോയി, ഞാനും ശൂന്യമായി. ഉടലും ചേർന്നു പോയി, ഉയിരും പകുത്തുപോയി, ഉള്ളം പിണഞ്ഞു പോയി. ഒറ്റയ്ക്കിരുന്നെത്ര കാറ്റു ഞാനേൽക്കണം തീരാനോവുമായി. ഓർമ്മയിലാഴ്ന്നെത്ര കാതങ്ങൾ നീന്തണം നീയാം തീരമേറ. കടവോയിരുണ്ടുപോയി, പടവിൽ തനിച്ചുമായി, നിനവോ നീ മാത്രമായി. അന്തിക്കിളിക്കൂട്ടമൊന്നായി പറന്നു പോയി, വാനം വിമുഖമായി. നിലാവെൻ്റെ നെറ്റിമേൽ തൊട്ടത് നീയോ രാക്കനവോ. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നോ ഞാൻ. നിഴലോ മാഞ്ഞു പോയി, വഴിയും മറന്നു പോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞു പോയി, പാട്ടും മുറിഞ്ഞു പോയി, ഞാനോ ശൂന്യമായി.